नमस्ते। सब कैसे हैं? ठीक है ना? पिछले क्लास में हमने ലോകകഥ പഠി थी। എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കഥ പഠിച്ചു. नाम क्या है? जरा सोचिए, बता सकते? हाँ, शाहनशाह अकबर को कौन सिखाएगा? ഷഹൻഷാ അക്ബറിനെ ആരാണ് പഠിപ്പിക്കുക എന്നുള്ള കഥയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത്. इसके मुख्य पात्र कौन कौन थे? ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു? सोचकर बताइए। हाँ ठीक है, वही है अकबर, बीरबल और बूढ़ी महिला। ചിന്തിച്ചിട്ട് പറയൂ. അതെ, അക്ബറും ബീർബലും അതുപോലെ തന്നെ ആ പ്രായമുള്ള ഒരു സ്ത്രീയും. कौन कौन थे? अकबर, बीरबल और बूढ़ी महिला। अकबर कौन है? बता सकते हैं ना? हाँ, अकबर मुगल बादशाह थे। ആരാണ് അക്ബർ? നിങ്ങൾക്കറിയില്ലേ? മുഗൾ ചക്രവർത്തിയായിരുന്നു അക്ബർ. कौन थे? मुगल बादशाह। बीरबल कौन थे? याद कर कर बताइए। हाँ, बीरबल अकबर के मंत्री थे। ബീർബൽ ആരായിരുന്നു? അറിയുന്നവർ പറയൂ. അതെ, അക്ബറിൻ്റെ മന്ത്രിയായിരുന്നു ബീർബൽ. कौन थे? अकबर के मंत्री। तो अब बताइए, बूढ़ी महिला कौन थी? അതുപോലെ ആ പ്രായമുള്ള സ്ത്രീ ആരായിരുന്നു? हाँ ठीक है, बूढ़ी महिला बीरबल के श्रेष्ठ गुरुओं में एक। അതെ, ആ പ്രായമുള്ള സ്ത്രീ ബീർബലിൻ്റെ പ്രധാനപ്പെട്ട ഗുരുക്കന്മാരിൽ ഒരാളായിരുന്നു. कौन थी? बीरबल के श्रेष्ठ गुरुओं में एक। हाँ, अकबर क्या चाहते थे? അക്ബറിന് എന്തായിരുന്നു വേണ്ടത്? आपको याद है ना? बताइए। अकबर हर चीज को सीखना चाहते थे। അതെ, അക്ബറിന് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയായിരുന്നു ആവശ്യം. क्या चाहते थे? हर चीज को सीखना चाहते थे। अकबर को सिखाने के लिए बीरबल ने दरबार में किन किन को बुला लाया? അക്ബറിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ബീർബൽ ആരൊക്കെയാണ് ദർബാറിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത്? हाँ, बच्चे बूढ़े, गृहिणियाँ, दुकानदार, किसान, कचरा बीनने वाले आदि सभी को बुला लाया। किन किन को बुला लाए? बच्चे बूढ़े, गृहिणियाँ, दुकानदार, किसान, कचरा बीनने वाले आदि सभी को बुला लाया। दरबार में कई तरह के लोगों को देखकर अकबर को गुस्सा आया, है ना? ദർബാറിൽ പലതരത്തിലുള്ള ആൾക്കാരെ കണ്ടപ്പോൾ രാജാവായിട്ടുള്ള അക്ബറിന് ദേഷ്യം വന്നു. है ना? क्या आया? गुस्सा आया। तो बीरबल ने शांति से क्या कहा? ബീർബൽ ശാന്തതയോടെ എന്താണ് പറഞ്ഞത്? हाँ वही है। देखिए, यहाँ मौजूद हर शख्स यानी व्यक्ति आपको कुछ न कुछ सिखा सकता है। ബീർബൽ പറഞ്ഞത്, ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്കെല്ലാം നിങ്ങളെ കുറച്ച് പഠിപ്പിക്കാൻ സാധിക്കും. अकबर को सिखा सकता है। प्रत्येक व्यक्ति के पास कुछ हुनर या क्षमता है, कुछ ज्ञान है, दिल या दिमाग की कुछ खासियत है या विशेषता है। പല അറിവുകളും പല ബഹുമതികളും അതുപോലെ തന്നെ പ്രത്യേക കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ ചെയ്ത ആൾക്കാരും അങ്ങനത്തെ വിവരമുള്ള ആൾക്കാരൊക്കെയാണ് അതിലുള്ളത്. फिर बीरबल ने क्या किया? भीड़ से एक बूढ़ी महिला को लेकर आए। പിന്നെ എന്തൊക്കെയാണ് ബീർബൽ ചെയ്തത്? കൂട്ടത്തിൽ നിന്നും പ്രായമുള്ളൊരു സ്ത്രീയുടെ കൈപിടിച്ച് അക്ബറിൻ്റെ അടുത്തേക്ക് വന്നു. किसको लेकर आए? एक बूढ़ी महिला को लेकर आए। बूढ़ी महिला ने अकबर को क्या समझाया? ആ സ്ത്രീ
അക്ബറിന് എന്താണ് മനസ്സിലാക്കി കൊടുത്തത്? आप बता सकते हैं क्या? हाँ बताइए। सब कुछ सीख जाना संभव नहीं है। എല്ലാ കാര്യങ്ങളും പഠിക്കുക എന്നത് നടക്കുന്ന സംഭവമല്ല എന്നാണ് മനസ്സിലാക്കി കൊടുത്തത്. लेकिन हमें ये सीखना चाहिए कि एक अच्छा इंसान कैसे बन जा सकता है. ജീവിതത്തിൽ നല്ലൊരു മനുഷ്യനാകുക എന്നുള്ളതാണ് നല്ല കാര്യമെന്ന് പറഞ്ഞു കൊടുത്തു. ഒരിക്കൽ ചക്രവർത്തിയായ അക്ബർ ചർച്ചയിൽ മുഴുകിയിരിക്കുന്ന വിദ്വാൻമാരെ കണ്ടു. തനിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. അടുത്തുനിന്ന ബീർബലിനോട് ഇതിനുള്ള ഏർപ്പാട് ചെയ്യുവാൻ അക്ബർ പറഞ്ഞു. അടുത്ത ദിവസം രാജകൊട്ടാരത്തിൽ സമൂഹത്തിലെ പല വിഭാഗത്തിലുള്ള ആളുകളെ ബീർബൽ വിളിച്ചു ചേർത്തു. എല്ലാവരിൽ നിന്നും നമുക്ക് ചിലത് പഠിക്കാനുണ്ടെന്ന് ബീർബൽ അക്ബർ ചക്രവർത്തിയെ പറഞ്ഞു മനസ്സിലാക്കി. കൂട്ടത്തിൽ ബീർബലിൻ്റെ ശ്രേഷ്ഠയായ ഗുരുസ്ഥാനത്തുള്ള ഒരു വൃദ്ധ സ്ത്രീ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരു നല്ല മനുഷ്യനാകാൻ പഠിക്കുക എന്നതാണ് ഏറ്റവും വലുതെന്ന് ആ സ്ത്രീ ചക്രവർത്തിയോട് പറഞ്ഞു. അച്ഛാ യഹി കഹാനി ഹൈ. अब हम इस तालिका की ओर चले. देखिए ഇനി ഈ ടേബിളിലേക്ക് നോക്കൂ. देखिए पात्र और वेशभूषा. കഥാപാത്രങ്ങളും അവരുടെ വേഷവിധാനങ്ങളും. अकबर कीमती कुर्ता വിലയേറിയ വസ്ത്രങ്ങളും और पाजामा, അതുപോലെ പൈജാമയും, सिर पर ताज, തലയിൽ ഒരു കിരീടം, कमर में तलवार, दुशाला. അതുപോലെ അരയിലൊരു വാളും ഒരു ഷാളും. देखिए अकबर ने क्या क्या पहने हैं. कीमती कुर्ता और पाजामा, सिर पर ताज, कमर में तलवार और दुशाला. बीरबल ने क्या क्या पहने हैं. ഇനി ബീർബലിൻ്റെ വേഷങ്ങൾ എങ്ങനെയൊക്കെയാണ് നോക്കാം. साधारण कुर्ता और സാധാരണ ഒരു വസ്ത്രം, और पाजामा, दुशाला പൈജാമയും ഒരു ഷാളും, और पगड़ी. പിന്നെ തലപ്പാവും. देखिए बूढ़ी महिला ने क्या क्या पहने हैं. ഇനി ആ വൃദ്ധയായ സ്ത്രീയുടെ വസ്ത്രങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. सिर पर दुपट्टा और पैजामा. तो ചെറിയൊരു സ്കാർഫും അതുപോലെ തന്നെ പൈജാമയും. സ്കാർഫ് ദുപ്പട്ട എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടർക്കി പോലത്തെ ഒരു വസ്ത്രം, അതിന് ഇംഗ്ലീഷിൽ സ്കാർഫ് എന്നൊക്കെ പറയും. അതും ഒരു പൈജാമയും മാത്രമാണ് വൃദ്ധയായ സ്ത്രീയുടെ വസ്ത്രം. तो बच्चों बताइए अकबर का कपड़ा कीमती है क्यों. बताइए. हाँ क्योंकि अकबर राजा है. നോക്കൂ കുട്ടികളെ, ഇവിടെ അക്ബറിൻ്റെ വസ്ത്രം നല്ല വില കൂടിയ വസ്ത്രങ്ങളാണ്. എന്തുകൊണ്ടാണത്? പറയൂ. അതെ, അദ്ദേഹം രാജാവായതുകൊണ്ടാണ് അദ്ദേഹം വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നത്. अकबर राजा होने के कारण कीमती कपड़ा पहना है. अब आप बताइए कहानी के मुख्य प्रसंग कौन कौन से हैं. അപ്പോൾ നമുക്ക് ഈ കഥയിലെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ അല്ലെങ്കിൽ എപ്പിസോഡുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. हाँ बताइए पहला प्रसंग कौन सा है. അപ്പോൾ നിങ്ങൾ പറയൂ, പ്രധാനപ്പെട്ട ഫസ്റ്റ് സന്ദർഭം ഏതാണ് ഈ കഥയിൽ? तो देखिए बच्चों इस स्लाइड में बादशाह अकबर बीरबल के साथ विद्वान लोगों को देखने का प्रसंग. അപ്പോൾ ഈ ബോർഡിലേക്ക് നോക്കൂ, എഴുതിയത് ബാദ്ഷാ അക്ബറും ബീർബലും ഒരുമിച്ച് വന്നപ്പോൾ വിദ്വാൻ ലോകോക്കോ ദേഖ്നെ കാ പ്രസംഗം, അതായത് ഒരു കൂട്ടം പണ്ഡിതന്മാരെയാണ് അവിടെ കണ്ടത്. ആ സന്ദർഭമാണ് ഈ കഥയിൽ ആദ്യം വരുന്നത്. कौन सा प्रसंग है. हाँ बादशाह अकबर बीरबल के साथ विद्वान लोगों को देखने का प्रसंग. तो अब बताइए दूसरा प्रसंग कौन सा है. ഇനി നിങ്ങൾ പറയൂ, അടുത്ത സന്ദർഭം ഏതാണ്? देखिए अगली सुबह अकबर बीरबल के साथ दरबार में. പിറ്റേന്ന് രാവിലെ അക്ബറും ബീർബലും ദർബാറിലെത്തി.
अगली सुबह अकबर बीरबल के साथ दरबार में। दरबार तरह तरह के लोगों से भरा हुआ। ദർബാറിൽ വ്യത്യസ്ത തലത്തിലുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. अगली सुबह अकबर बीरबल के साथ दरबार में। दरबार तरह तरह के लोगों से भरा हुआ। तो आप बता सकते तीसरा प्रसंग? ഇനി നിങ്ങൾക്ക് മൂന്നാമത്തെ സന്ദർഭം പറയാൻ സാധിക്കുമോ? तीसरा प्रसंग बताइए। हाँ, जरा देखिए ये स्लाइड में। അപ്പോൾ പറയൂ, എല്ലാവരും ബോർഡിലേക്ക് നോക്കൂ. अकबर, बीरबल और बूटी महिला का प्रसंग। പിന്നീട് വരുന്നതാണ് അക്ബറും ബീർബലും കൂടെ പിന്നെ പ്രായമുള്ള ആ സ്ത്രീയും തമ്മിലുള്ള ആ സന്ദർഭം. अकबर, बीरबल और बूटी महिला का प्रसंग। इन तीनों प्रसंगों का स्थान कहाँ है? ഈ മൂന്ന് സന്ദർഭങ്ങൾ നടക്കുന്ന സ്ഥലം എവിടെയാണ്? बता सकते हैं आप? तो बताइए। हाँ, राजमहल। നിങ്ങൾക്കാർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? പറയൂ. അതെ, രാജകൊട്ടാരത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. तीनों प्रसंगों का स्थान राजमहल है। एक ही स्थान है, समय भी शायद एक ही है, सुबह। तो അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് രാജകൊട്ടാരത്തിലാണ്. ഒരേ സമയത്ത് തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത്. तो बच्चों, प्रत्येक प्रसंग के पात्रों के बीच का संवाद आपको लिखना है। അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ എല്ലാം സംഭാഷണം നിങ്ങൾ എഴുതണം. क्या लिखना है? प्रत्येक प्रसंग के पात्रों के बीच का संवाद आपको लिखना है। तो देखिए बच्चों, नमूने के रूप में അപ്പോൾ കുട്ടികൾ അതിൻ്റെ ഉദാഹരണമായിട്ട് पहले प्रसंग का संवाद, ये स्लाइड देखिए। ആദ്യ സന്ദർഭത്തിൻ്റെ സംഭാഷണമാണിത്. बीरबल, वहाँ देखो, वे कौन है? बीरबल, ये विद्वान लोग हैं। अकबर, ये क्या कर रहे हैं? बीरबल, वे किसी गंभीर चर्चा कर रहे हैं। अकबर, बीरबल, मैं बहुत चतुर नहीं हूँ, मुझे हर चीज़ को जानना चाहिए, कल से इसका प्रबंध करो। बीरबल, हाँ जनाबना, ज़रूर करूँगा। और एक बार पढ़ें। നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ഞാൻ ഇതിൻ്റെ അർത്ഥമൊന്നും പറയാത്തത് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് കൊണ്ടായതുകൊണ്ട് കേട്ടോ. ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അർത്ഥം പറയാത്തത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇത് വായിക്കാം. अकबर, बीरबल, वहाँ देखो, वे कौन है? बीरबल, ये विद्वान लोग हैं। अकबर, वे क्या कर रहे हैं? बीरबल, वे किसी गंभीर चर्चा कर रहे हैं। अकबर, बीरबल, मैं बहुत चतुर नहीं हूँ, मुझे हर चीज़ को जानना चाहिए, कल से इसका प्रबंध करो। बीरबल, हाँ जनाबना, ज़रूर करूँगा। तो बच्चों देखिए, इस प्रकार आप लोग अन्य प्रसंगों पर संवाद तैयार कीजिए। അപ്പോൾ കുട്ടികളെ നിങ്ങൾ ഇതുപോലെ മറ്റു രണ്ട് സന്ദർഭങ്ങളും ഇതുപോലെ തന്നെ സംഭാഷണ രൂപത്തിൽ എഴുതണം. याद रखना, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് अपने अध्यापिका को दिखाना ना भूलें। ഇത് നിങ്ങൾ അധ്യാപകരെ കാണിക്കാൻ മറക്കരുത്. समझ गए? अब देखिए മനസ്സിലായില്ലേ? അപ്പോൾ നോക്കൂ, ये स्लाइड में, मैं बहुत चतुर नहीं हूँ। അപ്പോൾ ഈ ബോർഡിൽ എഴുതിയത് നോക്കൂ. മേ ബഹുത് ചതുർ നഹി ഹു, ഞാൻ വലിയൊരു പണ്ഡിതനല്ല അല്ലെങ്കിൽ അറിവുള്ളവനല്ല എന്നാണ് അർത്ഥം. क्या है? मैं बहुत चतुर नहीं हूँ। देखिए बच्चों, ये किसका कथन है? ഇത് ആരുടെ പ്രസ്താവനയാണ്? हाँ, अकबर का। किसका कथन है? अकबर का कथन है। അതെ, ഇത് രാജാവായിട്ടുള്ള അക്ബറിൻ്റെ പ്രസ്താവനയാണ്. आप लोग अपने बारे में बताइए।
ഇനി നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയൂ. पहले मैं बताऊं, मैं अध्यापक हूँ. मैं कौन हूँ? मैं अध्यापक हूँ. ആദ്യം ഞാൻ എന്നെക്കുറിച്ച് പറയാം. ഞാനൊരു അധ്യാപകനാണ്. तो आप बताइए. हाँ, मैं लड़का हूँ. ഇനി നിങ്ങൾ പറയൂ. അതെ, ഞാനൊരു ആൺകുട്ടിയാണ്. ठीक है, वो भी ठीक है. मैं लड़की हूँ. अब आप बताइए, नाम के बदले आपने यहाँ किस शब्द का प्रयोग किया? അപ്പോൾ ശരി. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾ ഏത് വാക്കാണ് ഉപയോഗിച്ചത്? नाम के बदले आपने किस शब्द का प्रयोग किया? याद है? हाँ, मैं. അതെ, ഏതാണ് ആ വാക്ക്? പറയൂ. അതെ, മേം, ഞാൻ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. मैं का प्रयोग किया. तो आप ये स्लाइड देखिए. ഇനി നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കൂ. मैं लड़का हूँ. मैं लड़की हूँ. मैं अध्यापिका हूँ. ഞാനൊരു ആൺകുട്ടിയാകുന്നു, ഞാനൊരു പെൺകുട്ടിയാകുന്നു, ഞാനൊരു അധ്യാപകനാകുന്നു. ഇവിടെയൊക്കെ ഞാൻ എന്നാണ് ഉപയോഗിച്ചത്. അവരുടെ പേര് ഉപയോഗിച്ചിട്ടില്ല. एक बार भी पढ़ूँ. मैं लड़का हूँ. मैं लड़की हूँ. मैं अध्यापिका हूँ. इस प्रकार नाम के बदले प्रयुक्त होने वाले. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പേരിന് പകരം ഉപയോഗിച്ചു. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലെ ഗ്രാമറാണ് പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം. अन्य शब्द बताइए. बता सकते हैं क्या? ഇനി നിങ്ങൾ ഇതുപോലത്തെ മറ്റു വാക്കുകൾ പറയോ? നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? क्या? हाँ, ठीक है. देखिए स्लाइड. यह, वो, ये, वे, तू, तुम, आप आदि. അപ്പോൾ ഈ വാക്കുകളൊക്കെ നിങ്ങളുടെ പേര് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഇത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. एक बार भी बताओ. यह, वो, ये, वे, तू, तुम, आप आदि. इन्हें हम क्या कहते हैं? हाँ, सर्वनाम. ഇതിനെ നമ്മൾ എന്ത് പേരാണ് വിളിക്കുന്നത്? അതെ, സർവനാം എന്നാണ് വിളിക്കുന്നത്. സർവനാം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പ്രോനൗണ്, അതുപോലെ ഹിന്ദിയിൽ അവലംബം എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. क्या कहते हैं? सर्वनाम कहते हैं. ये पंक्तियां देखिए. इस स्लाइड पर ध्यान दीजिए. ഇനി നിങ്ങൾ ഈ പദ്യത്തിൽ ശ്രദ്ധിച്ചു നോക്കൂ. आता है वो जाता है, आकर जाकर रहता है. खाता है वो पीता है, खाकर पीकर सोता है. आता है वो जाता है, आकर जाकर रहता है. खाता है वो पीता है, खाकर पीकर सोता है. क्या यहाँ कोई सर्वनाम शब्द है? बता सकते हैं आप? हाँ, वो. ഈ പദ്യത്തിൽ ഒരു സർവനാമം ഉണ്ടോ? അതെ, ഉണ്ട്. ആ അക്ഷരമാണ് വോ. अच्छा, वो के बदले मैं सर्वनाम जोड़ें तो देखिए. ഇനി വോ എന്നുള്ളതിന് പകരം മേം എന്ന് ചേർക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കാം. ये स्लाइड पर ध्यान दीजिए. आता हूँ मैं जाता हूँ, आकर जाकर रहता हूँ. खाता हूँ मैं पीता हूँ, खाकर पीकर सोता हूँ. ये गाना ये लड़की गाती तो कैसे गाएगी? देखिए. ഇനി ഇതൊരു പെൺകുട്ടിയെക്കുറിച്ചാണ് പാടുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കാം. देखिए. आती हूँ मैं जाती हूँ, आकर जाकर रहती हूँ. खाती हूँ मैं पीती हूँ, खाकर पीकर सोती हूँ. आती हूँ मैं जाती हूँ, आकर जाकर रहती हूँ. खाती हूँ मैं पीती हूँ, खाकर पीकर सोती हूँ. तो देखिए बच्चों, पुल्लिंग और स्त्रीलिंग में क्या बदलाव है?
അപ്പോൾ നോക്കൂ കുട്ടികളെ, നിങ്ങൾ സ്ത്രീലിംഗവും പുല്ലിംഗവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കിയോ? ध्यान से देखिए कविता में, आप बता सकते हैं? കവിതയിൽ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? इस प्रकार ये, वे, हम, आप आदि जोड़कर लिखने की कोशिश करें। അപ്പോൾ നിങ്ങൾ ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഒന്ന് എഴുതി പരീക്ഷിച്ച് നോക്കൂ. अपने अध्यापिका को दिखाना न भूलें। നിങ്ങൾ എഴുതിയതെല്ലാം നിങ്ങൾ ടീച്ചറെ കാണിക്കാൻ മറക്കരുത്. तो देखिए बच्चों, अगले स्लाइड पे ഞാൻ അടുത്തായിട്ട് ഇതിലേക്ക് നോക്കൂ. बच्चा मैदान में खेलता है। കുട്ടി ഇപ്പോൾ ഗ്രൗണ്ടിൽ കളിക്കുന്നു. बच्चे मैदान में खेलते हैं। बच्ची मैदान में खेलती है। बच्चियाँ मैदान में खेलती हैं। बच्चा मैदान में खेलता है। बच्चे मैदान में खेलते हैं। बच्ची मैदान में खेलती है। बच्चियाँ मैदान में खेलती हैं। तो बच्चों, यहाँ कार्य की सूचना देने वाले शब्द कौन सा है? ഇവിടെ ക്രിയയെ സൂചിപ്പിക്കുന്ന വാക്ക് ഏതാണ്? हाँ, खेल। അതെ, കളിയാണ് ഉദ്ദേശിക്കുന്നത്. इस प्रकार कार्य को सूचित करने वाले शब्द को क्रिया कहते हैं। എന്താണോ പ്രവർത്തനം അതിനെ സൂചിപ്പിക്കുന്ന പേരാണ് ക്രിയ. क्या कहते हैं? क्रिया कहते हैं। आप जानते हैं ना, कार्य को सूचित करने वाले शब्द को क्रिया कहते हैं। कार्य करने वाले को क्या कहते हैं? ഇനി ആ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്രവർത്തനം ചെയ്യുന്ന ആളെ എന്താണ് വിളിക്കുക? हाँ, कर्ता। അതെ, കർത്ത എന്നാണ് പറയുക. क्या है? कर्ता। कार्य करने वाले को हम कर्ता कहते हैं। अब इन वाक्यों को देखिए, इस स्लाइड पर ध्यान दीजिए। हर शख्स आपको कुछ न कुछ सिखा सकता है। हर एक ऐसा कुछ जानता है। क्या आप जानते हैं? मैं हर चीज को सीखना चाहता हूं। और एक बार भी ध्यान दीजिए, हर शख्स आपको कुछ न कुछ सिखा सकता है। हर एक ऐसा कुछ जानता है। क्या आप जानते हैं? मैं हर चीज को सीखना चाहता हूं। इन वाक्यों में कर्ता और क्रिया का संबंध देखिए। ഈ വാക്കുകളിൽ കർത്താവും ക്രിയയും തമ്മിലുള്ള ആ ഒരു ബന്ധം നോക്കൂ. ये स्लाइड पर ध्यान दीजिए। हर शख्स सिखा सकता है। हर एक जानता है। आप जानते हैं। मैं चाहता हूँ। हर शख्स सिखा सकता है। हर एक जानता है। आप जानते हैं। मैं चाहता हूँ। अब इन वाक्यों में कर्ता क्रिया का संबंध बताइए। कर्ता क्रिया का संबंध तो देखिए, बच्चा मैदान में खेलता है। बच्चे मैदान में खेलते हैं। बच्ची मैदान में खेलती है। बच्चियाँ मैदान में खेलती हैं। बच्चा मैदान में खेलता है। बच्चे मैदान में खेलते हैं। बच्ची मैदान में खेलती है। बच्चियाँ मैदान में खेलती हैं। अब आप इस कहानी से ऐसे वाक्यों को चुनकर लिखिए। ഇനി നിങ്ങൾ ഈ കഥയിൽ അത്തരം വാക്കുകൾ തിരഞ്ഞെടുത്ത് എഴുതണം. कर्ता क्रिया का संबंध पहचानिए। അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ കർത്താവും ക്രിയയും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയണം. अपनी अध्यापिका को दिखाना न भूलें। ഇത് നിങ്ങളുടെ അധ്യാപികയെ കാണിക്കാൻ മറക്കരുത്. ഈ വാക്യങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകത്തിലുള്ളതാണ്.
ഇതുപോലുള്ള വാക്യങ്ങൾ പാഠപുസ്തകത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുമല്ലോ. अब हम इस कहानी को एकांगी का रूप दें. ഈ കഥ ഒരു ഏകാംഗ കഥയാണോ? एकांगी माने क्या है? हाँ, एक अंग का नाटक. അപ്പോൾ ഏകാംഗി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഏക അംഗം, ഒറ്റ അംഗം മാത്രമുള്ള നാടകം, ഇതിനാണ് ഏകാംഗി നാടകം എന്നൊക്കെ പറയുന്നത്. एक अंग का नाटक. अंग्रेजी में इसे क्या कहते हैं, बता सकते हैं आप? हाँ, वो ठीक है. हाँ, वन एक्ट प्ले कहते हैं. അപ്പോൾ ഏകാംഗ നാടകം എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക എന്ന് ചോദിച്ചത്. അപ്പോൾ വൺ ആക്ട് പ്ലേ എന്നാണ് പറയുക. देखिए स्लाइड. एक अंग वाला नाटक है एकांगी. ഒരു അംഗം മാത്രമുള്ള നാടകമാണ് ഏകാംഗി. अंग्रेजी में इसे वन एक्ट प्ले कहते हैं. ഇംഗ്ലീഷിൽ ഇതിനെ വൺ ആക്ട് പ്ലേ എന്ന് പറയും. एक अंग वाला नाटक है एकांगी. अंग्रेजी में इसे वन एक्ट प्ले कहते हैं. आप लोग जानते हैं इस कहानी के प्रमुख प्रसंग क्या क्या हैं? അപ്പോൾ നിങ്ങൾക്കറിയാമോ ഈ കഥയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന്? पहले प्रसंग का संवाद आपने देखा. और एक बार स्लाइड की ओर ध्यान दीजिए. कहानी का पहला प्रसंग. അപ്പോൾ ആദ്യ ഭാഗം നമ്മൾ കണ്ടു. അപ്പോൾ ഇനി നിങ്ങൾ ഈ ബോർഡിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. ഇതാണ് ആദ്യത്തെ ആ ഭാഗം. अकबर, बीरबल, वहाँ देखो वे कौन है? बीरबल, ये विद्वान लोग हैं. अकबर, ये क्या कर रहे हैं? बीरबल, ये किसी गंभीर चर्चा कर रहे हैं. अकबर, बीरबल, मैं बहुत चतुर नहीं हूँ, मुझे हर चीज़ को जानना चाहिए, कल से इसका प्रबंध करो. बीरबल, हाँ जनाब, ज़रूर करूँगा. यहाँ पात्र कौन कौन है, बता सकते हैं आप? ഇവിടെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് നിങ്ങൾക്കറിയാമോ? हाँ, अकबर और बीरबल. അക്ബറും ബീർബലും. कौन कौन है? अकबर और बीरबल. दोनों कहाँ हैं? രണ്ടുപേരും എവിടെയാണ് നിൽക്കുന്നത്? हाँ, दोनों राजमहल में. അതെ, രണ്ടുപേരും കൊട്ടാരത്തിലാണ് നിൽക്കുന്നത്. कहाँ है? राजमहल में. तो यहाँ का स्थान राजमहल है. कहाँ है? राजमहल है. वेशभूषा कैसी है? അവരുടെ വസ്ത്രങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? अकबर राजा के वेश में है और बीरबल मंत्री के. अकबर किसके वेश में है? राजा के वेश में. बीरबल मंत्री के वेश में. अब आप इस स्लाइड पर देखिए. ഇനി നിങ്ങൾ ഈ ബോർഡിലേക്ക് നോക്കൂ. एकांगी लिखते समय ഏകാംഗ നാടകം എഴുതുന്ന സമയത്ത് किन किन बातों पर ध्यान देना है? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? हाँ, रंगमंच. അതെ, ഒന്നാമതായിട്ട് സ്റ്റേജ്. രംഗമഞ്ചാണ് സ്റ്റേജ്. पात्र और वेशभूषा. കഥാപാത്രങ്ങൾ, അതുപോലെ വേഷവിധാനങ്ങൾ, प्रसंगानुकूल भाषा സന്ദർഭത്തിനനുസരിച്ചുള്ള വാക്കുകൾ आदि पर ध्यान देना है. അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. रंगमंच, पात्र और वेशभूषा, प्रसंगानुकूल भाषा आदि पर ध्यान देना है. रंगमंच. അപ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇനി സ്റ്റേജിനെ കുറിച്ച് പറയാണ്. सजाने का विवरण देना है. അലങ്കരിക്കാനുള്ള വിശദാംശങ്ങൾ നൽകണം.
स्थान, समय आदि की सूचना भी അതുപോലെ സ്ഥലവും സമയവും അതിനെക്കുറിച്ചുള്ള ഒരു സൂചന നൽകണം. पात्र, आयु, वेशभूषा, चाल चलन आदि का संकेत होना है. ഒരു കഥാപാത്രം എന്ന് പറയുമ്പോൾ വയസ്സ്, അതുപോലെ വേഷവിധാനങ്ങൾ, അവരുടെ നടനം, ആക്ഷൻ, അതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതായിരിക്കണം. किन किन का संकेत होना है? आयु, वेशभूषा, चाल चलन आदि का. प्रसंग, ഇനി സന്ദർഭത്തെക്കുറിച്ച് പറയാണ്. स्वाभाविक भाषा और प्रसंगानुकूल संवाद होना है. സാധാരണ രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സന്ദർഭമനുസരിച്ചുള്ള ഒരു സംവാദം ഉപയോഗിക്കുക. स्वाभाविक भाषा और प्रसंगानुकूल संवाद होना है. इन्हीं बातों पर ध्यान देकर इस कहानी को एकांकी का रूप दें. बच्चों, ये देखिए, पहले चित्र में देखिए, നിങ്ങൾ ആദ്യത്തെ ഈ ചിത്രം നോക്കൂ. ये किसका चित्र है? बता सकते हैं आप? ഇത് എന്തിൻ്റെ ചിത്രമാണ്? നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? हाँ, खेती करने वाले का. കൃഷി ചെയ്യുന്ന ഒരു ചിത്രം. खेती करने वाले को हम क्या कहते हैं? കൃഷി ചെയ്യുന്നവരെ നമ്മൾ എന്താണ് പറയാറുള്ളത്? बताइए. हाँ, ठीक है, किसान. ആ, എന്നോട് പറയൂ. അതെ, കൃഷിക്കാരൻ. तो दूसरा चित्र देखिए. ഇനി അടുത്ത ചിത്രം നോക്കൂ. वो क्या करता है? हाँ, कपड़ा धोता है. അയാൾ എന്ത് ചെയ്യുന്നു? അതെ, വസ്ത്രങ്ങൾ കഴുകുന്നു. कपड़ा धोने वाले को हम क्या कहते हैं? बताइए जरा. हाँ, धोबी. വസ്ത്രം കഴുകുന്ന ആളെ നമ്മൾ എന്താണ് വിളിക്കാറുള്ളത്? അതെ, ധോബി. ധോബി എന്ന് പറഞ്ഞാൽ അലക്കുന്ന ആൾ, അലക്കുകാരൻ എന്നൊക്കെ കേട്ടോ. क्या कहते हैं? धोबी. अगला चित्र देखिए. ഇനി അടുത്ത ചിത്രം നോക്കൂ. वो क्या करता है? हाँ, खड़ा बनाता है, बर्तन बनाता है. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അതെ, പാത്രങ്ങൾ നിർമ്മിക്കുകയാണ്. तो मिट्टी से बर्तन बनाने वाले को क्या कहते हैं? അപ്പോൾ മണ്ണിൽ പാത്രങ്ങൾ ഉണ്ടാക്കുന്നവരെ, മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ് കേട്ടോ, മണ്ണിൽ പാത്രം നിർമ്മിക്കുന്നവരെ നമ്മൾ എന്താണ് വിളിക്കാറ്? आप जानते हैं? हाँ, कुम्हार. मिट्टी से बर्तन बनाने वाले को हम कुम्हार कहते हैं. അപ്പോൾ അവരെ വിളിക്കുന്ന പേരാണ് കുംഹാർ. കുംഹാർ എന്ന് പറഞ്ഞാൽ കുശവൻ. മണ്ണിൽ ഒക്കെ സാധനങ്ങൾ നിർമ്മിക്കുന്നവരെ പൊതുവായി മലയാളത്തിൽ പറയുന്ന പേരാണ് കുശവൻ. हैं. अगला चित्र देखिए. वो क्या करता है? ഇനി അടുത്ത ചിത്രം നോക്കൂ. അയാൾ എന്താണ് ചെയ്യുന്നത്? लकड़ी से चीजें बनाता മരത്തടിയിൽ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. है. इसे हम क्या कहते हैं? हाँ, बढ़ई. അപ്പോൾ അവരെ എന്താണ് നാം വിളിക്കുക? അതെ, ബട്ടൈ എന്ന് വെച്ചാൽ ആശാരി. लकड़ी से चीजें बनाने वाले को हम बढ़ई कहते हैं. देखिए, अब आप इस तालिका की അപ്പോൾ നിങ്ങൾ ഈ താലിക കംപ്ലീറ്റ് ചെയ്യണം. पूर्ति करें. कोई संदेह है तो अपनी अध्यापिका की मदद लें. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചർ സഹായം തേടുക. किसान कौन है? खेती करने वाला. आप जानते हैं ना? हाँ. धोबी कौन है? याद कर कर लिखना है. इस प्रकार इस तालिका की पूर्ति करके अपने अध्यापिका को दिखाना न भूलें. अब आप याद कीजिए हमने क्या क्या പഠേ. നിങ്ങൾ ഈ പാഠം മുഴുവൻ വായിക്കുമല്ലോ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ
പാഠപുസ്തകത്തിൽ നൽകിയിട്ടുള്ള വാക്കുകളും അവയുടെ അർത്ഥവും നോക്കണേ. അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറോട് ചോദിക്കാൻ മറക്കല്ലേ.